ഇന്നൊരു കഥയാവാം. മുന്നേ ഒരു റീലിൽ ഞാൻ പറഞ്ഞില്ലേ കോയമ്പത്തൂർ പോയപ്പോഴുള്ള ബോംബ് കഥയെ പറ്റി. അതിൻ്റെ ഒരു ബാക്കി പത്രമാണിത്. പക്ഷേ ഇതൊരു ബോംബ് കഥയല്ല കേട്ടോ, കുറച്ച് മനുഷ്യന്മാരുടെ കഥയാണ്. കണ്ണൂരിൽ നിന്ന് പെട്ടിയും പാണ്ടും ഒക്കെ പാക്ക് ചെയ്ത് കോയമ്പത്തൂർക്ക് പോകുമ്പോൾ എനിക്ക് ഭയങ്കര ഇൻസെക്യൂരിറ്റി ആയിരുന്നു. കാരണം അറിയാത്തൊരു നാട്, അറിയാത്ത കുറേ മനുഷ്യന്മാർ, അറിയാത്ത ഭാഷ. 10-23 കൊല്ലം സ്വന്തം വീട്ടിൽ താമസിച്ച് പഠിച്ച എനിക്ക് ഇതൊക്കെ കുറച്ച് കഷ്ടപ്പാട് തന്നെയായിരുന്നു. പിന്നെ ആകെയുള്ളൊരു സമാധാനം എൻ്റെ കസിൻ സിസ്റ്ററും ഫാമിലി അവിടെ ഉള്ളതായിരുന്നു. പക്ഷേ ജോലി അത് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണല്ലോ. സോ അഹങ്കാരം എന്ന് വേണമെങ്കിൽ പറയാം. സ്വന്തം പൈസയ്ക്ക് ജീവിക്കണം, സ്വന്തം കാലിൽ നിൽക്കണം, ഇങ്ങനെയൊക്കെയായിരുന്നു എൻ്റെ ആഗ്രഹം. പക്ഷേ ഒരു നാണോ മാനോ ഇല്ലാണ്ട് ആഴ്ചയ്ക്ക് വരുമ്പോൾ അച്ഛൻ്റെ അടുത്ത് പൈസയും വാങ്ങിച്ച് പോകാൻ ഞാൻ മറക്കാറില്ല. കഥ അതൊന്നുമല്ല. ഞാൻ അവിടെ മലയാളി സമാജത്തിൻ്റെ ഒരു ഹോസ്റ്റലിലായിരുന്നു താമസിച്ചിട്ടുണ്ടായിരുന്നത്. അവിടുത്തെ ഹോസ്റ്റലിലെ വാർഡൻ ആൻറ്റി, ഫുഡ് ഉണ്ടാക്കുന്ന പാട്ടി, പിന്നെ അവിടുത്തെ സെക്യൂരിറ്റി താത്ത, ഇവരൊക്കെ എന്നോട് കാണിച്ച സ്നേഹവും കെയറൊക്കെ ആലോചിക്കുമ്പോൾ ഇപ്പോഴും എൻ്റെ കണ്ണ് നിറയാറുണ്ട്. ആരും അല്ലാഞ്ഞിട്ടും അവരെന്തിനാണ് എന്നെ ഇത്രയും സ്നേഹിക്കുന്നത്? ഇത്രയും സെൽഫിഷായി ലോകത്ത് ഒന്നും തിരിച്ച് പ്രതീക്ഷിക്കാതെ സ്നേഹിക്കാൻ മാത്രം അറിയുന്ന ഇങ്ങനെയും ചില മനുഷ്യന്മാരുണ്ടാകുമല്ലേ.